അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങയെ പരിശോധിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, അങ്ങയെ പരിശോധിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു. ഉന്നതത്തിൽ നിന്ന് തന്നെ എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കുന്നു. എന്റെ മാർഗങ്ങളെല്ലാം അങ്ങ് നിരീക്ഷിക്കുന്നു. എന്റെ ഓടുവഴികൾ അങ്ങ് അറിയുന്നു. എന്റെ വാക്കുകളുടെ വ്യത്യാസം പോലും മനസ്സിലാക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെയുള്ളതെല്ലാം അങ്ങ് അറിയുന്നു. അങ്ങ് എന്നെ രൂപപ്പെടുത്തി. അങ്ങയുടെ കരം എന്റെ മേൽ വച്ചിരിക്കുന്നു. ഇതെനിക്ക് വിസ്മയാവഹവും എന്റെ ഗ്രഹണശക്തിക്ക് അതീതവുമാകുന്നു. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ എവിടെ ഒളിക്കും? ആകാശത്തിലേക്ക് കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. സിയോലിലേക്ക് ഇറങ്ങിയാൽ അങ്ങ് അവിടെയുമുണ്ട്. കഴുകനെ പോലെ ചിറകു വിടർത്തി ഞാൻ കടലിന്റെ അതിർത്തിയിൽ ചെന്ന് പാർത്താലും അവിടെയും അങ്ങയുടെ കരം എന്നെ പിന്തുടരും. ബലം കയ്യാൽ അങ്ങ് എന്നെ നയിക്കും. ഇരുട്ട് എനിക്ക് പ്രകാശമായി തീരും. രാത്രി എന്റെ മുമ്പിൽ പ്രശോഭിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അന്ധകാരവും അങ്ങേക്ക് ഇരുളല്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുളെല്ലാം വെളിച്ചം പോലെയാകും. എന്റെ അന്തരംഗം അങ്ങ് രൂപപ്പെടുത്തി. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് അങ്ങ് എന്നെ സ്വീകരിച്ചു. അങ്ങയുടെ അത്ഭുത ചെയ്തിയെ കുറിച്ച് അങ്ങേ ഞാൻ പ്രകീർത്തിക്കും. അങ്ങയുടെ പ്രവൃത്തികൾ ഏറ്റവും മഹനീയമാണല്ലോ. ഞാനവ നന്നായി ഗ്രഹിക്കുന്നു. നിഗൂഢതയിൽ ഞാൻ ഉരുവാക്കപ്പെട്ടപ്പോൾ എന്റെ രൂപം അങ്ങിൽ നിന്ന് മറഞ്ഞിരുന്നില്ല.
ദൈവമേ, അങ്ങയുടെ കരുണ എനിക്ക് വിലപ്പെട്ടതാകുന്നു. അത് എത്രയോ ശക്തവും വിപുലവുമാണ്. ഞാനവ എണ്ണിയാൽ മണൽത്തരികളേക്കാൾ അത് അധികമാണ്. ഞാൻ ഉണർന്നെഴുന്നേറ്റ് അപ്പോഴും ഞാൻ അങ്ങയോടൊപ്പമായിരുന്നു. ദൈവമേ, അങ്ങ് പാപികളെ നിഗ്രഹിക്കുന്നെങ്കിൽ രക്തദാഹികൾ എന്നിൽ നിന്ന് അകന്നു പോകും. അവർ അങ്ങയെക്കുറിച്ച് ദുഷിച്ച് സംസാരിച്ചു. അങ്ങയുടെ നഗരം അന്യായമായി പിടിച്ചെടുത്തു. കർത്താവേ, അങ്ങേ ദ്വേഷിക്കുന്നവരെ ഞാനും ദ്വേഷിച്ചു. അങ്ങയുടെ എതിരാളികളോട് ഞാൻ കോപിച്ചു. ദൈവമേ, എന്നെ പരിശോധിക്കണമേ, എന്റെ ഹൃദയം മനസ്സിലാക്കണമേ. അങ്ങ് എന്നെ പരീക്ഷിക്കണമേ, എന്റെ വിചാരങ്ങളെല്ലാം അറിയണമേ. വഞ്ചനയുടെ വഴിയിലാണോ ഞാൻ നടക്കുന്നതെന്ന് അങ്ങ് പരിശോധിക്കണമേ. അങ്ങയുടെ നിത്യമായ മാർഗത്തിലൂടെ അങ്ങ് എന്നെ നയിക്കണമേ. കർത്താവേ, ദുഷ്ടനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അധർമ്മികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അവർ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നു, ദിവസം മുഴുവൻ കലഹമുണ്ടാക്കുന്നു. നാവിനെ സർപ്പത്തിൻ്റെതുപോലെ മൂർച്ചയുള്ളതാക്കുന്നു. അധരങ്ങളിൽ അണലി വിഷം ഒളിഞ്ഞിരിക്കുന്നു. കർത്താവേ, അധർമ്മികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. കവർച്ചക്കാരിൽ നിന്ന് സംരക്ഷിക്കണമേ. എന്റെ പാദം പിഴപ്പിക്കാൻ അവർ നോക്കുന്നു. ഗർവിഷ്ഠർ എനിക്ക് കെണിവച്ചിരിക്കുന്നു. എനിക്കെതിരായി അവർ കുരുക്കുരുക്കിയിരിക്കുന്നു, വഴിയരികിൽ വല വിരിച്ചിരിക്കുന്നു. അങ്ങാണ് എന്റെ ദൈവമെന്ന് കർത്താവിനോട് ഞാൻ പറഞ്ഞു. കർത്താവേ, എന്റെ ശക്തനായ രക്ഷക, എന്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. യുദ്ധദിനത്തിൽ എന്റെ പടത്തൊപ്പിയാകണമേ. കർത്താവേ, ദുഷ്ടരുടെ മോഹം സാധിച്ചു കൊടുക്കരുതേ. അവരുടെ ദുരാലോചന സഫലമാക്കരുതേ. അപവാദം പരത്തുന്നവൻ ഭൂമിയിൽ നിലനിൽക്കുകയില്ല. ദുഷ്ടനെ തിന്മ വേട്ടയാടും. കർത്താവ് ദരിദ്രർക്ക് നീതി നൽകുമെന്നും അഗതികൾക്ക് ന്യായമേകുമെന്നും എനിക്കറിയാം. നീതിനിഷ്ഠർ അങ്ങയുടെ നാമം പുകഴ്ത്തും. പരമാർത്ഥികൾ അങ്ങയുടെ സന്നിധിയിൽ വസിക്കും. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എന്റെ വാക്ക് കേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പരിമള ധൂപം പോലെ അത് അങ്ങയുടെ പക്കലേക്ക് ഉയരട്ടെ. കർത്താവേ, എന്റെ പ്രാർത്ഥന എന്റെ സായാഹ്നബലിയായി സ്വീകരിക്കണമേ. എന്റെ നാവിനും അധരത്തിനും അങ്ങ് കാവൽ നിർത്തണമേ. എന്റെ ഹൃദയം തിന്മയിലേക്ക് ചായാതിരിക്കട്ടെ. ദുഷ്പ്രവൃത്തികൾ ഞാൻ ചെയ്യാതിരിക്കട്ടെ. ദുഷ്ടരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ. നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടരുടെ തൈലം കൊണ്ട് എന്റെ ശിരസ് പൂശാൻ അനുവദിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു. അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു. എന്റെ വാക്കുകൾ സ്നേഹമസൃണമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. കർത്താവേ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി. അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. എന്നെ തള്ളിക്കളയരുതേ. അഹങ്കാരികൾ എനിക്കെതിരായി കെണിവച്ചിരിക്കുന്നു. അവരിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അധർമ്മികൾ അവരുടെ വലകളിൽ കുരുങ്ങട്ടെ. ഞാനോ സുരക്ഷിതനായി കടന്നു പോകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക്
എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഈശോ മിശിഹാ വഴി നമുക്ക് ദൈവവുമായി രമ്യതപ്പെടാം. സ്വർഗാരോഹിതനീശോനാഥൻ നരവംശത്തിനുയർച്ച വരുത്തി താതനുമായ അനുരഞ്ജനമേകി മനുജകുലത്തിനു ശരണം നൽകി ശാശ്വതമാം നവജീവൻ നൽകി മർത്യരിൽ ആശ പകർന്നു കൊടുത്തു. അവനിൽ ഭവനം മുഴുവൻ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗാരോഹണ സുദിനം നാഥൻ ശിഷ്യഗണത്തിനു കൽപ്പനയേകി ബാവാപുത്രൻ റൂഹായാകും പരിപാവനമാം തിരുനാമത്തിൽ മാമോദീസ നൽകി ജനത്തെ വിശ്വാസത്തിലുറപ്പിച്ചിടാൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മഹിമയണിഞ്ഞൊരു മന്നവനല്ലോ വാണിടുന്നു ത്രോണോസിന്മേൽ മണ്ണും വിണ്ണും കൊട്ടിയിണക്കും ഉന്നത സ്വർഗ കണ്ണികണക്കെ വരുവിൻ മോദമുടവനെ വാഴ്ത്താം സ്തുതിയും സ്തോത്രവും അർപ്പിച്ചിടാം. കരുണാനിധിയാം കർത്താവേ നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ സ്നേഹത്തിൽ നിലനിൽക്കട്ടെ ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്നേഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങേ സ്തുതിക്കുകയും മനുഷ്യരങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ സഹോദരരെ, മഹത്വപൂർണനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ
പക്ഷപാതം കാണിക്കരുത്. നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണമോതിരമണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നുവെന്നിരിക്കട്ടെ. നിങ്ങൾ മോടിയായ വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു. പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എൻ്റെ പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളാവുകയും അല്ലേ ചെയ്യുന്നത്? എൻ്റെ പ്രിയ സഹോദരരെ, ശ്രവിക്കുവിൻ. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ? എന്നാൽ നിങ്ങൾ പാവപ്പെട്ടവനെ അവമാനിച്ചിരിക്കുന്നു. നിങ്ങളെ പീഡിപ്പിക്കുന്നത് സമ്പന്നരല്ലേ? നിങ്ങളെ ന്യായാസനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് അവരല്ലേ? നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ധന്യമായ ആ നാമത്തെ ദുഷിക്കുന്നത് അവരല്ലേ? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നെങ്കിൽ ഉത്തമമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നെങ്കിൽ പാപം ചെയ്യുന്നു. നിയമത്താൽ നിങ്ങൾ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.